വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ പ്രമദ. ഇപ്പോൾ സെറ്റിന് എല്ലാവരും പഠിച്ചു തുടങ്ങിയിരിക്കും. ആക്റ്റീവായിട്ട് തന്നെ പഠിച്ചു തുടങ്ങിയിരിക്കും. കാരണം നമുക്കിനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഫെബ്രുവരി 2-ാം തീയതിയാണ് നമുക്ക് എക്സാം വരുന്നത്. ഇനിയും കൃത്യമായി ട്രാക്കിൽ വരാത്തവർക്ക് ഒരു സംശയം ഉണ്ടാവും. ഇനി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ സെറ്റ് കിട്ടുമോ, എന്തൊക്കെ പഠിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ MSCക്ക് പഠിക്കുന്ന ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഈ സെറ്റ് എക്സാമിന് വേണ്ടി ഒന്ന് പൊടിതട്ടിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സിലബസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ കൂടുതൽ ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കണം. ഏതൊക്കെ ഏരിയയിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ആ ഭാഗത്തിന് നമ്മൾ കൂടുതൽ ഫോക്കസിങ് കൊടുക്കണം. അതായത് സെറ്റിന് നെഗറ്റീവ് മാർക്കില്ല, ക്വാളിഫയിങ് എക്സാം ആണ്. അപ്പോൾ നമ്മൾക്ക് ഈസി ആയിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഏരിയ ട്രാക്ക് ചെയ്ത് പഠിക്കുകയാണ് ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് യൂണിറ്റ് 1 എന്ന് പറയുന്നത്. അപ്പോൾ യൂണിറ്റ് 1-ൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് കൂടുതലും ഫോക്കസ് ചെയ്ത് പഠിക്കണം. അങ്ങനെ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കുമ്പം ഫംഗസിൽ കുറച്ച് ഏരിയാസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫൈക്കോളജി, ആൽഗിയിൽ റെഡ് ആൽഗെ, ബ്രൗൺ ആൽഗെ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങൾ. അപ്പോൾ നമുക്ക് യൂണിറ്റ് 1-ൽ നിന്ന് വന്ന PYQs നോക്കാം. അപ്പോൾ ആ PYQയും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്ടേഴ്സ് ആണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗൈഡ് സെൽസ് ആർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ഓപ്ഷൻ എ molecules, option B mosses, option C gymnosperms and option D angiosperms. അപ്പോൾ എന്താണ് ഗൈഡ് സെൽസ്? അത് എന്തിൻ്റെ ക്യാരക്ടേഴ്സ് ആണ്? എന്തിൻ്റെയാണ്? ഓപ്ഷൻ ബി ആണ്. മോസസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് ഈ ഗൈഡ് സെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഗൈഡ് സെൽസ് മോസസിൽ കാണുന്ന സ്പെഷ്യലൈസ്ഡ് ടൈപ്പ് ഓഫ് സെൽസ് ആണ്. അതായത് പ്രധാനമായിട്ട് ഇത് കാണപ്പെടുന്നത് ഗ്യാമറ്റോഫൈറ്റിക് ജനറേഷനിലാണ്. മോസസിൻ്റെ ഗ്യാമറ്റോഫൈറ്റിക് ജനറേഷനിലാണ് അത് കാണപ്പെടുന്നത്. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കണ്ടക്ഷൻ ആണ്. അതായത് മോസസിന് സ്പെഷ്യലൈസ്ഡ് ഉള്ള കണ്ടക്റ്റിംഗ് ടിഷ്യൂസ് ഇല്ല. അപ്പം ഈ ഗൈഡ് സെൽസ് ആണ് വാട്ടറും മിനറൽസും കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ മോസസിൻ്റെ ഗ്യാമറ്റോഫൈറ്റിക് ഫേസസിൽ കാണപ്പെടുന്ന സ്പെഷ്യലൈസ്ഡ് കണ്ടക്റ്റിംഗ് സെൽസിനെയാണ് നമ്മൾ ഗൈഡ് സെൽസ് എന്ന് പറയുന്നത്. അത് ഹെൽപ്പ് ചെയ്യുന്നത് വാട്ടറും മിനറൽസും കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, മോസസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which among the following possess isomorphic haplodiplontic life cycle? ഓപ്ഷൻ എ അൾവ, ഓപ്ഷൻ ബി ലാമിനാരിയ, ഓപ്ഷൻ സി സർഗാസം ആൻഡ് ഓപ്ഷൻ ഡി പോളിസൈഫോണിയ. ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഐസോമോർഫിക് ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നെ മനസ്സിലാക്കാം. ഐസോമോർഫിക് എന്ന് പറഞ്ഞാൽ എന്താ? മോർഫോളജിക്കലി സിമിലർ അല്ലേ? മോർഫോളജിക്കലി സിമിലർ ആണ്. അതായത് ഹാപ്ലോണ്ടിക് ഫേസും ഡിപ്ലോണ്ടിക് ഫേസും മോർഫോളജിക്കലി സിമിലർ ആണ്. അതായത് ഹാപ്ലോണ്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ ഫേസ് ആണ് അല്ലേ? ഡിപ്ലോണ്ടിക് എന്ന് പറഞ്ഞാൽ 2N ഫേസ് ആണ്. അതായത് ഗ്യാമറ്റോഫൈറ്റിക്, സ്പോറോഫൈറ്റിക്, ആ രണ്ട് ഫേസുകളും മോർഫോളജിക്കലി ഐഡന്റിക്കൽ ആയിരിക്കും, സിമിലർ ആയിരിക്കും. അങ്ങനെയുള്ള ലൈഫ് സൈക്കിൾ ഏതിലാണ് കാണപ്പെടുന്നത്? കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, അൾവ എന്ന് പറയുന്നത്. അൾവയുടെ കോമൺ നെയിം എപ്പോഴും അൾവ ചോദിക്കാറുള്ളതാണ്. അൾവയുടെ കോമൺ നെയിം ഒരു 2 വർഷം മുന്നേ വരെ എപ്പോഴും ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അൾവയുടെ കോമൺ നെയിം എന്താ? സി ലെറ്റ്യൂസ് ആണ്. സി ലെറ്റ്യൂസ് ഏത് ഗ്രൂപ്പിൽ പെടുന്നതാ? ഗ്രീൻ ആൽഗെ. ഗ്രീൻ ആൽഗിയിൽ കാണപ്പെടുന്ന ഒരു മെമ്പറാണ് അൾവ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അൾവയിൽ ഐസോമോർഫിക് ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ആണ് കാണപ്പെടുന്നത്. അപ്പം അവിടെ പ്രത്യേകത മോർഫോളജിക്കലി, അതായത് സ്പോറോഫൈറ്റിക് ജനറേഷനും ഗ്യാമറ്റോഫൈറ്റിക് ജനറേഷനും മോർഫോളജിക്കലി സിമിലർ ആയിരിക്കും. ഓൺലി മോർഫോളജിക്കലി. ജനറ്റിക്കലിയോ ഡിഫറെൻ്റ് ആണ് അല്ലേ? ഒന്ന് എന്താണ്? ഹാപ്ലോയിഡ് ആണ്, ഒന്ന് ഡിപ്ലോയിഡ് ആണ്. അപ്പോൾ ജനറ്റിക്കലി ഡിഫറൻറ്റും മോർഫോളജിക്കലി സിമിലർ ആയിട്ടുള്ള ലൈഫ് സൈക്കിളിനെയാണ് നമ്മൾ എന്ത് പറയുക? ഐസോമോർഫിക് ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. അത് കാണപ്പെടുന്നത് ഗ്രീൻ ആൽഗൽ മെമ്പറായ അൾവയിലാണ് കാണപ്പെടുന്നത്. അൾവയുടെ കോമൺ നെയിം എന്ന് പറയുന്നത് സി ലെറ്റ്യൂസ് ആണ്. ക്ലിയർ ആയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോൺ ആസ് ഹാറ്റ് ത്രോവർ ഫംഗസ്? ഓപ്ഷൻ എ അഗാരിക്കസ്, ഓപ്ഷൻ ബി പെസിസ, ഓപ്ഷൻ സി പെൻസിലിയം ആൻഡ് ഓപ്ഷൻ ഡി പൈലോബോളസ്. നമ്മൾ പറഞ്ഞു യൂണിറ്റ് 1 അല്ലെങ്കിൽ ബോട്ടണി പഠിക്കുമ്പോൾ തന്നെ എസ്പെഷ്യലി നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത്, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എക്സെപ്ഷണൽ കേസുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും പെക്യൂലിയാരിറ്റീസ് വരുന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ കൂടുതൽ സ്ട്രെസ് കൊടുക്കേണ്ടത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ആയിട്ട് കാര്യങ്ങൾ എപ്പോഴും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് കാര്യമായിട്ട് ചോദിക്കില്ല. എവിടെയാണോ സ്പെഷ്യലൈസേഷൻ വരുന്നത് ആ ഏരിയയ്ക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. അപ്പോൾ തീർച്ചയായും ഓർത്ത് വെക്കുക, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് കോമൺ നെയിംസ്, എന്തെങ്കിലും എക്സെപ്ഷണൽ കേസ് വരുന്നുണ്ടോ, അതൊക്കെയാണ് നമ്മൾ എപ്പോഴും പഠിക്കേണ്ടത്. അപ്പോൾ ഇവിടെയും ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഹാറ്റ് ത്രോവർ ഫംഗസ് എന്ന കോമൺ നെയിമിൽ അറിയപ്പെടുന്ന ഫംഗസ് ആണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, പൈലോബോളസ്. പൈലോബോളസ് സൈഗോമൈസെറ്റ്സ് എന്ന ഗ്രൂപ്പിൽ വരുന്ന ഫംഗസ് ആണ്.
സൈഗോമൈസെറ്റ്സിൽ വരുന്നതാണ് പൈലോബോളസ്. അപ്പോൾ പൈലോബോളസിൻ്റെ സ്പോർ ഡിസ്പേഴ്സൽ എങ്ങനെയാണ്? ഹാഡ് ത്രോവർ ഫംഗസ്, അതായത് സ്പീഡിൽ അതിൻ്റെ സ്പോർസ് പുറത്തേക്ക് ഇജക്റ്റ് ചെയ്തു പോകുന്നു അല്ലേ? അതുകൊണ്ടാണ് ഹാഡ് ത്രോവർ ഫംഗസ് എന്ന് പറയുന്നത്. ആ വേർഡിൽ തന്നെ ഉണ്ട് അതിൻ്റെ മീനിങ്. സ്പീഡിലായിട്ട് സ്പോർ ഡിസ്പേഴ്സൽ നടന്നു, അതായത് പ്രഷറൈസ് ചെയ്ത് അത് പുറത്തേക്ക് പോകുന്നു, അതാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ വരുന്നത് പൈലോബോളസ് ആണ്, സൈഗോമൈസെറ്റ്സ് ഫംഗസ് ആണ് പൈലോബോളസ് എന്ന് പറയുന്നത്. ഹാഡ് ത്രോവർ ഫംഗസ് എന്ന കോമൺ നെയിമിൽ അത് അറിയപ്പെടുന്നു. അപ്പം നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ സെറ്റ് എക്സാമിന്. അപ്പോൾ നമ്മൾ പുതുതായിട്ട് ഒന്നും പഠിക്കുന്നില്ല. നമ്മൾ MSCക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു തന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പൊടിതട്ടി എടുക്കുന്നു, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് അപ്പിയർ ചെയ്യുന്നു. അപ്പോൾ നമ്മളതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എക്സെപ്ഷണൽ കേസുകൾ നന്നായിട്ട് നോക്കുക. എന്തെങ്കിലും ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ടെങ്കിൽ ആ ക്ലാസിഫിക്കേഷൻസ് കൂടുതലായിട്ട് സ്ട്രെസ് ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും പെക്യൂലിയറിറ്റീസ് വരുന്നുണ്ടെങ്കിൽ അത് നോക്കുക. അങ്ങനെ കൂടുതലായിട്ടും PYQ ബേസ് ചെയ്തിട്ടാണ് പഠിക്കേണ്ടത്. അപ്പോൾ PYQയും അതുമായിട്ട് റിലേറ്റ് ചെയ്ത കണ്ടന്റും കൂടി ചേർത്ത് പഠിക്കണം. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എക്സ്ക്ലൂസീവ്ലി PYQ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് നമുക്ക് വരുന്നത്. ഇതിന് പുറമെ റെക്കോർഡഡ് ക്ലാസ്സുകളും ആപ്പിൽ അവൈലബിൾ ആണ്. PDF നോട്ട്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും അത് കണ്ട് റെഫർ ചെയ്ത് പഠിക്കാവുന്നതാണ്. ടെസ്റ്റ് സീരീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ സ്റ്റുഡൻറ്റിനും ഓരോ ഏരിയ പഠിക്കുമ്പോഴും എക്സാം എഴുതി അവരുടെ നിലവാരം കൃത്യമായി മനസ്സിലാക്കി ഇമ്പ്രൂവ് ചെയ്ത് പഠിക്കാൻ സാധിക്കും. അങ്ങനെ കൃത്യമായിട്ട് പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ചുരുങ്ങിയ ദിവസത്തിൽ തന്നെ സെറ്റ് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് എ ഫ്രഷ് വാട്ടർ റെഡ് ആൽഗെ? ഓപ്ഷൻ എ ടീറോക്ലാഡിയ, ഓപ്ഷൻ ബി പോളിസൈഫോണിയ, ഓപ്ഷൻ സി ബെട്രാക്കോസ്പെർമം ആൻഡ് ഓപ്ഷൻ ഡി പോർഫൈറ. നമ്മൾ ആൽഗയുടെ ഗ്രൂപ്പ് ഫൈക്കോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ് റെഡ് ആൽഗയും ബ്രൗൺ ആൽഗയും. ബാക്കിയുള്ള ആൽഗൽ ഗ്രൂപ്പ് നമ്മൾ പഠിക്കണം, പക്ഷേ ഇവിടെയാണ് കൂടുതലായിട്ടും കോമൺ നെയിം വരുന്ന മെമ്പേഴ്സ് വരുന്നത്, എക്സെപ്ഷണൽ കേസൊക്കെ വരുന്നത്. അപ്പം റെഡ് ആൽഗെ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും മറൈനാണ്. നമുക്ക് ഫ്രഷ് വാട്ടറിലും കാണപ്പെടുന്നുണ്ട്, പക്ഷെ മെയിൻ മറൈനിൽ ഫോട്ടോസിന്തറ്റിക് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ആൽഗൽ ഗ്രൂപ്പ് തന്നെയാണ്. അപ്പം ഫ്രഷ് വാട്ടർ റെഡ് ആൽഗെ എക്സാമ്പിൾ വരുന്നത് ബെട്രാക്കോസ്പെർമാണ്. ഫ്രഷ് വാട്ടർ റെഡ് ആൽഗെ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ബോഡി സ്ട്രക്ചർ എന്ന് പറയുന്നത് ഹെയർ ലൈക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ത്രെഡ് ലൈക്ക് ഉള്ള ബോഡിയാണ് ബെട്രാക്കോസ്പെർമത്തിന് കാണപ്പെടുന്നത്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ബെട്രാക്കോസ്പെർമ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാനിറ്റോൾ ഈസ് ദ റിസർവ് ഫുഡ് മെറ്റീരിയൽ ഇൻ ഡാഷ്? ഓപ്ഷൻ എ ബ്രൗൺ ആൽഗെ, ഓപ്ഷൻ ബി റെഡ് ആൽഗെ, ഓപ്ഷൻ സി ഗ്രീൻ ആൽഗെ ആൻഡ് ഓപ്ഷൻ ഡി ബ്ലൂ ഗ്രീൻ ആൽഗെ. അപ്പോൾ ഫൈക്കോളജി പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും അതിൻ്റെ പിഗ്മെൻറ്റ്സ്, ആൽഗൽ ഗ്രൂപ്പിൽ കാണപ്പെടുന്ന പിഗ്മെൻറ്റ്സ് നോക്കണം, അതിൻ്റെ റിസർവ് ഫുഡ് മെറ്റീരിയൽ നോക്കണം. അതുപോലെ തന്നെ ഓരോ ആൽഗൽ ഗ്രൂപ്പിലും ഇപ്പോൾ റെഡ് ആൽഗെ, ബ്രൗൺ ആൽഗെ, ഗ്രീൻ ആൽഗെ അങ്ങനെ വരുമ്പോൾ ഓരോ ഗ്രൂപ്പിലും എക്സെപ്ഷൻ ആയിട്ടുള്ള കുറച്ച് മെമ്പേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ കോമൺ നെയിംസ് ഉള്ള മെമ്പേഴ്സ് ഉണ്ടാവും. അതിൻ്റെ പേരുകളൊക്കെ നമ്മൾ ഓർത്ത് വെക്കണം. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് മാനിറ്റോൾ ഈസ് ദ റിസർവ് ഫുഡ് മെറ്റീരിയൽ ആണ്. മാനിറ്റോൾ എന്ന് പറയുന്നത് ബ്രൗൺ ആൽഗയിൽ കാണപ്പെടുന്ന റിസർവ് ഫുഡ് മെറ്റീരിയൽ ആണ് ഈ മാനിറ്റോൾ എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, മാനിറ്റോൾ. അങ്ങനെയാണെങ്കിൽ റെഡ് ആൽഗയിൽ കാണപ്പെടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെഡ് ആൽഗയിലും റിസർവ് ഫുഡ് മെറ്റീരിയൽ ചോദിച്ചതാണ്. എന്താണ്? ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. ഗ്രീൻ ആൽഗയിൽ കാണപ്പെടുന്നതോ? അപ്പോൾ ഗ്രീൻ ആൽഗി എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഫീഡൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലേ? സ്റ്റാർച്ച് ആണ് ഗ്രീൻ ആൽഗയിൽ കാണപ്പെടുന്ന റിസർവ് ഫുഡ് മെറ്റീരിയൽ. എന്താണ്? സ്റ്റാർച്ച്. ഇനി ബ്ലൂ ഗ്രീൻ ആൽഗയിലാണെങ്കിലോ? സൈനോഫൈസിൻ. ബ്ലൂ ഗ്രീൻ ആൽഗയിലാണെങ്കിൽ സൈനോഫൈസി ആണ് ബ്ലൂ ഗ്രീൻ ആൽഗെ. അപ്പോൾ സൈനോഫൈസിൻ ആണ് ബ്ലൂ ഗ്രീൻ ആൽഗയിലെ ഫുഡ് മെറ്റീരിയൽ. അപ്പം ബ്രൗൺ ആൽഗയിൽ നമ്മൾ മാനിറ്റോൾ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ലാമിനാരിൻ എന്നുള്ള കോമ്പൗണ്ടും എന്തിൽ കാണപ്പെടുന്നുണ്ട്? ബ്രൗൺ ആൽഗയിൽ കാണപ്പെടുന്നുണ്ട്. ഒരുപാട് മെഡിസിനൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കോമ്പൗണ്ടാണ് ലാമിനാരിൻ. അപ്പോൾ ലാമിനാരിൻ എവിടെയാണ് കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റണം ബ്രൗൺ ആൽഗയിലാണ്. ഓക്കെ, അപ്പോൾ മാനിറ്റോൾ ഈസ് എ റിസർവ് ഫുഡ് മെറ്റീരിയൽ ഇൻ ബ്രൗൺ ആൽഗെ. റെഡ് ആൽഗയിലാണെങ്കിൽ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്, ഗ്രീൻ ആൽഗയിലാണെങ്കിൽ സ്റ്റാർച്ച്, ദെൻ ബ്ലൂ ഗ്രീൻ ആൽഗയിലാണെങ്കിൽ സൈനോഫൈസിൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മക്ഡൊണാൾഡ് ഫിഷർ ലോ ഈസ് റിലേറ്റഡ് വിത്ത്? ഓപ്ഷൻ എ റീപ്രൊഡക്ഷൻ ഇൻ ബാസിലോറിയോഫൈറ്റ, ഓപ്ഷൻ ബി ആൽഗൽ ബ്ലൂം, ഓപ്ഷൻ സി ഫ്ലജെല്ലാർ മൂവ്മെന്റ്, ഓപ്ഷൻ ഡി ആൽഗൽ റിസർവ് ഫുഡ് ഫോർമേഷൻ. എന്താണ് ഈ മക്ഡൊണാൾഡ് ഫിഷർ ലോ എന്ന് പറയുന്നത്? അത് എസ്പെഷ്യലി റിലേറ്റഡ് ടു റീപ്രൊഡക്ഷൻ ഇൻ ബാസിലോറിയോഫൈറ്റ. ബാസിലോറിയോഫൈറ്റിൻ്റെ റീപ്രൊഡക്ഷനെ കുറിച്ച്
ആദ്യമായിട്ട് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്ത ഒരു സയന്റിസ്റ്റ് ആണ് മക്ഡൊണാൾഡ് ഫിഷർ എന്ന് പറയുന്നത്. അതാണ് മക്ഡൊണാൾഡ് ഫിഷർ ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാസിലോറിയോഫൈറ്റ അല്ലെങ്കിൽ ഡയറ്റംസിനെ അറിയാം നമുക്ക് എന്താണ്, 2 ഷെല്ല് ലൈക്ക് സ്ട്രക്ചർ ആണ് അല്ലെ ഡയറ്റത്തിന്. അപ്പോൾ അവിടെ റീപ്രൊഡക്ഷൻ എങ്ങനെ നടക്കുക, 2 ഷെല്ലും സെപ്പറേറ്റ് ആവും, ഇന്നർ വാൾ എന്ത് ചെയ്യും, ഫോം ചെയ്ത് വരും. അങ്ങനെ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണ്. അപ്പോൾ മക്ഡൊണാൾഡ് ഫിഷർ ലോ എന്ന് പറയുന്നത് എന്തിനാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ബാസിലോറിയോഫൈറ്റ അല്ലെങ്കിൽ ഡയറ്റത്തിന്റെ റീപ്രൊഡക്ഷനിലാണ് അവിടെ അതിന്റെ കോൺസെൻട്രേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, റീപ്രൊഡക്ഷൻ ഇൻ ബാസിലോറിയോഫൈറ്റ. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിപ്ലോലിപ്പിഡസ് പെരിസ്റ്റോം ടീത്ത് ഇസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ഡാഷ് മോസ്. ഓപ്ഷൻ എ പോളിട്രിക്കം, ഓപ്ഷൻ ബി പോഗോനേറ്റം, ഓപ്ഷൻ സി ബ്രയം ആൻഡ് ഓപ്ഷൻ ഡി സ്വാഗ്നം. ഡിപ്ലോലിപ്പിഡസ് പെരിസ്റ്റോം ടീത്ത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്താണ്, മോസസിൽ സ്പോർ ഡിസ്പേഴ്സൽ ആയിട്ട് റിലേറ്റ് ചെയ്താണ് അല്ലെ. പെരിസ്റ്റോം എന്നുള്ള സ്ട്രക്ചർ അത് ഓപ്പൺ ആവുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ സ്പോർ ഡിസ്പേഴ്സൽ നടക്കുന്നത്. അപ്പം കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ബ്രയം. ബ്രൈഡിയെ എന്നുള്ള ഫാമിലിയിലാണ് അത് വരുന്നത്. ഓക്കെ, അപ്പം എന്താണ് ഡിപ്ലോലിപ്പിഡസ്? ഡിപ്ലോ എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക് 2 അല്ലേ. അപ്പോൾ 2 റിങ്സ് ആയിട്ട് എന്ത് കാണപ്പെടുന്നുണ്ട്, പെരിസ്റ്റോം ടീത്ത് കാണപ്പെടുന്നുണ്ട്. 2 റിങ് പോലെ പെരിസ്റ്റോം ടീത്ത് കാണപ്പെടുന്നത് കൊണ്ടാണ് നമ്മൾ അതിന് എന്ത് പറയുന്നത്, ഡിപ്ലോലിപ്പിഡസ് പെരിസ്റ്റോം ടീത്ത് എന്ന് പറയുന്നത്. 2 റിങ് പോലെ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ 2 റിങ്ങിൽ ഔട്ടർ റിങ്ങിന് പറയുന്ന പേര് എക്സോസ്റ്റോം എന്നും ഇന്റർ റിങ്ങിന് പറയുന്ന പേര് എൻഡോസ്റ്റോമും ആണ്. ഏതൊക്കെയാണ്, എക്സോസ്റ്റോമും എൻഡോസ്റ്റോമും. ഇന്നർ റിങ്ങിന് പറയുന്നതാണ് എൻഡോസ്റ്റോമ, ഔട്ടർ റിങ്ങിന് പറയുന്ന പേരാണ് എക്സോസ്റ്റോം. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ ഇതാണ്, ഡിപ്ലോലിപ്പിഡസ് പെരിസ്റ്റോം ടീത്ത്. അപ്പോൾ 2 റിങ്ങിൽ പെരിസ്റ്റോം ടീത്ത് കാണപ്പെടുന്നത് ഏത് മോസസിലാണ്? നമ്മൾ ഓർത്ത് വെക്കേണ്ടത് മോസസിന്റെ സ്പോർ ഡിസ്പേഴ്സലിന് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചറാണ് പെരിസ്റ്റോം ടീത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഡിപ്ലോലിപ്പിഡസ് എന്ന് പറഞ്ഞാൽ 2 റിങ് ആയിട്ട് കാണപ്പെടുന്നത് ബ്രയത്തിലാണ് കാണപ്പെടുന്നത്. ഔട്ടർ റിങ്ങിന് പറയുന്ന പേരാണ് എക്സോസ്റ്റോം, ഇന്നർ റിങ്ങിന് പറയുന്ന പേരാണ് എൻഡോസ്റ്റോം. ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Amphigastriya is a gametophytic character of dash bryophyte. Option A Porella, option B Riccardia, option C Pellia and option D Notothyllus. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പോറല്ലയാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, പോറല്ല. ഈ ആംഫിഗാസ്ട്രിയ എന്ന് പറഞ്ഞാൽ ഒരു ലീഫ് ലൈക്ക് സ്ട്രക്ചർ ആണ്. അപ്പോൾ ആ താലസിന്റെ ഇതൊരു ലിവർ വേർട്ടാണ്. അപ്പോൾ അതിന്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് കാണപ്പെടുന്ന സ്മോൾ ലീഫ് ലൈക്ക് സ്ട്രക്ചറാണ് നമ്മൾ ആംഫിഗാസ്ട്രിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഗാമറ്റോഫൈറ്റിൽ കാണപ്പെടുന്ന ഒരു ലീഫ് ലൈക്ക് സ്ട്രക്ചറാണ് ആംഫിഗാസ്ട്രിയ. അത് ഏത് ബ്രയോഫൈറ്റിലാണ് കാണപ്പെടുന്നത്, പോറല്ലയിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PYQs യൂണിറ്റ് 1 നിന്ന് വരുന്നത്. അപ്പോൾ നമ്മൾ ഇനി കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ സെറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എപ്പോഴും PYQ ബേസ് ചെയ്ത് തന്നെ പഠിക്കുക. അപ്പോൾ PYQ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതുമായിട്ട് കണക്ട് ചെയ്ത ഫാക്ടേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതെല്ലാം മനസ്സിലാക്കി പഠിക്കുക. എല്ലാം കാണാതെ പഠിക്കണമെന്നല്ല, എക്സെപ്ഷണൽ കേസുകളൊക്കെ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അങ്ങനെ കൃത്യമായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് സെറ്റ് നേടാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.